എഡ്ഫു ക്ഷേത്രത്തിന്റെ കൽച്ചുമരുകളിൽ ഒരു ഭയങ്കര ഇതിഹാസം കൊത്തിവെച്ചിട്ടുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള, അതായത് ഹോറസും സെറ്റും തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിന്റെ കഥയാണത്. നമുക്ക് ആ പുരാണ കാലഘട്ടത്തിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോ ഈ ഇതിഹാസ കഥയിലൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് സഞ്ചരിക്കാം. ദൈവങ്ങൾക്കിടയിൽ തുടങ്ങിയ ഈ പോരാട്ടം അവസാനം ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോ കഥ തുടങ്ങുന്നത് എവിടെയാണെന്നല്ലേ? സൂര്യദേവനായ റായുടെ ഭരണത്തിന്റെ 363 വർഷം. അവിടെ ദൈവങ്ങൾക്കിടയിൽ തന്നെ ഒരു വലിയ പ്രശ്നം തുടങ്ങുകയാണ്. ഒരു കലാപം. അതാണ് ഈ കാണുന്ന ഭീകരമായ യുദ്ധത്തിനെല്ലാം കാരണമായത്. ഈ യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദുക്കൾ ആരാണെന്ന് നോക്കാം. ഒരു ഭാഗത്ത് നീതിമാനായ ഹോറസ്, സ്വന്തം അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനെത്തിയ മകൻ. മറുഭാഗത്തോ സ്വന്തം സഹോദരനെ കൊന്ന് സിംഹാസനം തട്ടിയെടുത്ത ക്രൂരനായ സെറ്റ്. ചുരുക്കി പറഞ്ഞാൽ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു ക്ലാസിക് പോരാട്ടം. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് ഹോറസിന് ഒരു സ്പെഷ്യൽ പവർ കിട്ടുന്നുണ്ട്. ജ്ഞാനത്തിന്റെ ദേവനായ തോത്തുകൊടുത്ത ഒരു മാന്ത്രിക രൂപം, ചിറകുകളുള്ള ഒരു ഡിസ്ക്. ഇത് ഹൊറസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി മാറുന്നു. ഈ ചിഹ്നം പിന്നീട് ഈജിപ്ഷ്യൻ കലയുടെ ഒരു ഐക്കൺ തന്നെയായി മാറി, അല്ലേ? അപ്പോ ഹോറസ് ഈ ശക്തി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നോ? നിങ്ങളുടെ കണ്ണുകൾ അന്ധമാവട്ടെ, കാതുകൾ കേൾക്കാതെ പോകട്ടെ എന്നൊരു ശാപമങ്ങ് കൊടുക്കും. അതോടെ സെറ്റിന്റെ സൈന്യം ആകെ കൺഫ്യൂഷനിലായി. അവർ പരസ്പരം വെട്ടിയും കുത്തിയും സ്വയം നശിച്ചു. അപ്പോ ഇനി നമുക്ക് നേരെ യുദ്ധകളത്തിലേക്ക് തന്നെ പോകാം. ഹോറസിന്റെ പ്രതികാരയാത്ര ഇവിടെ തുടങ്ങുകയാണ്. തെക്ക് ഭാഗത്ത് ഹോറസ് 4 പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് നടത്തിയത്. ഓരോന്നിലും സെറ്റിന്റെ സൈന്യത്തെ തകർത്തെറിഞ്ഞു. ചിലപ്പോൾ ശാപം കൊണ്ട്, മറ്റു ചിലപ്പോൾ മാന്ത്രികായുധങ്ങൾ കൊണ്ട്. ശത്രുക്കളെ ഒന്നൊന്നായി അദ്ദേഹം ഇല്ലാതാക്കി. 650. അതാണ് ഒറ്റ യുദ്ധത്തിൽ മാത്രം ഹോറസ് കൊന്നൊടുക്കിയ ഭീകരജീവികളുടെ എണ്ണം. മുതലകളും ഹിപ്പപ്പൊട്ടാമസുകളും. ആ യുദ്ധത്തിന്റെ ഒരു ഭീകരതയൊന്ന് ഓർത്തുനോക്കൂ. ഇത്രയും വലിയ വിജയങ്ങളൊക്കെ കിട്ടിയിട്ടും കഥ അവിടെ തീരുന്നില്ല. യഥാർത്ഥ പോരാട്ടം, ആ വലിയ യുദ്ധം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തെക്ക് വിജയം ഉറപ്പിച്ചതോടെ ഹോറസ് വടക്കോട്ട് നീങ്ങുകയാണ്, സെറ്റിന്റെ സൈന്യത്തിന്റെ ബാക്കിയുള്ളവരെ ചതുപ്പുനിലങ്ങളിലേക്ക് തുരത്തിക്കൊണ്ട്. വടക്കൻ യുദ്ധം ഇതിലും ക്രൂരമായിരുന്നു. പതിയിരുന്ന ആക്രമണങ്ങൾ, കൂട്ടക്കൊലകൾ. ഒരു ഘട്ടത്തിൽ സെറ്റ് തന്റെ അച്ഛനായ ഒസിരിസിനോട് ചെയ്ത അതേ കാര്യം ഹോറസ് സെറ്റിന്റെ ഒരു കൂട്ടാളിയോട് ചെയ്യുന്നുണ്ട്. ശരീരം കഷണങ്ങളാക്കി പ്രതികാരം വീട്ടുന്നു. അത്രയ്ക്ക് തീവ്രമായിരുന്നു ആ പക. ഒറ്റ യുദ്ധത്തിൽ പിടിച്ചത് 142 തടവുകാരെയാണ്. അവരെയൊക്കെ റാദേവന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. അപ്പോ ശരിക്കും ശത്രുക്കളുടെ എണ്ണം വെച്ചായിരുന്നു അന്ന് വിജയം കണക്കാക്കിയിരുന്നത്. ഇത്രയൊക്കെ നടന്നിട്ടും, ഇത്രയും രക്തം ചിന്തിയിട്ടും പ്രധാന ശത്രുവായ സെറ്റ് മാത്രം എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അയാൾ മാത്രം പിടികൊടുത്തില്ല. അങ്ങനെ നമ്മൾ ഈ കഥയുടെ ക്ലൈമാക്സിലേക്കെത്തുകയാണ്. ക്രമത്തിന്റെ ദേവനും അരാജകത്വത്തിന്റെ ദേവനും തമ്മിലുള്ള അവസാനത്തെ പോരാട്ടം. അവസാന പോരാട്ടത്തിനു വേണ്ടി സെത്ത് തന്റെ ഏറ്റവും ഭീകരമായ രൂപം സ്വീകരിച്ചു. ഒരു ഭീമാകാരനായ ചുവന്ന ഹിപ്പോപ്പൊട്ടാമസ്. എന്നിട്ട് ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാക്കി ഹോറസിന്റെ സൈന്യത്തെ ആക്രമിച്ചു. ഈ ഭീമനെ നേരിടാൻ ഹോറസിന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു സാധാരണ ആയുധമായിരുന്നില്ല. ഏകദേശം 30 അടി, അതായത് ഒരു 3 നില കെട്ടിടത്തിന്റെ അത്രയും നീളമുള്ള ഒരു ചാട്ടുളി. ഒരു ദേവനെ കൊല്ലാൻ തക്ക വലിപ്പമുള്ള ആയുധം. ഹോറസ് ആ അവസാന പ്രഹരം കൊടുത്തതിനുശേഷം അവിടെ ഉയർന്നു കേട്ടത് ഒരു വിജയഗീതമാണ്. പരാജയപ്പെട്ടവന്റെ മാംസം കഴിക്കൂ, അവന്റെ രക്തം കുടിക്കൂ, അവന്റെ എല്ലുകൾ തീയിലിട്ട് ചുടൂ. ആ വിജയത്തിന്റെ സമ്പൂർണതയും ക്രൂരതയും ആ വാക്കുകളിലുണ്ടായിരുന്നു. അപ്പോ എന്തുകൊണ്ടാണ് ഈ കഥയ്ക്ക് ഇത്ര പ്രാധാന്യം? കാരണം ഹോറസിന്റെ വിജയം വെറും ഒരു കഥയായിരുന്നില്ല. അത് ഈജിപ്ഷ്യൻ മതത്തിന്റെയും സംസ്കാരത്തിന്റെയും തന്നെ ഒരു ആണിക്കല്ലായി മാറി. അവർ ഈ യുദ്ധത്തിലെ ഓരോ സംഭവങ്ങളും തങ്ങളുടെ കലണ്ടറിലേക്ക് ചേർത്തു. ഓരോ വിജയത്തിനും ആഘോഷിക്കാൻ പ്രത്യേക ദിവസങ്ങൾ വരെ അവർക്കുണ്ടായിരുന്നു. അത്രമാത്രം അവരുടെ ജീവിതവുമായി ഈ കഥ ഇഴുകിച്ചേർന്നിരുന്നു. ഇതിന്റെയൊക്കെ ഓർമ്മകൾ എല്ലായിടത്തും കാണാമായിരുന്നു. ക്ഷേത്രങ്ങളിലെ കൊത്തുപണികളിൽ, പുണ്യനഗരങ്ങളുടെ പേരിൽ, എന്തിനധികം പുരോഹിതരുടെ സ്ഥാനപ്പേരുകളിൽ വരെ ഈ യുദ്ധത്തിന്റെ സ്വാധീനം വ്യക്തമായിരുന്നു. പക്ഷേ ഒരു ചോദ്യം ബാക്കിയാണ്. ഈ യുദ്ധം ശരിക്കും അവസാനിച്ചു? പഴയ രേഖകൾ നോക്കിയാൽ 2 അഭിപ്രായം കാണാം. ചിലർ പറയും ഹോറസ് സെറ്റിനെ കൊന്നു, കഥ കഴിഞ്ഞു എന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് ആ അവസാന യുദ്ധം ഇനിയും നടക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ്.
അതുകൊണ്ടുതന്നെ ഈ പുരാണം നമ്മളോട് ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള ഈ പോരാട്ടം എപ്പോഴെങ്കിലും പൂർണ്ണമായി അവസാനിക്കുമോ? നന്മയുടെ വിജയം എക്കാലത്തേക്കും നിലനിൽക്കുമോ? അതോ തിന്മ ഒരു തിരിച്ചുവരവിനായി എപ്പോഴും അവസരം പാർത്തിരിക്കുമോ? ഇതിനെപ്പറ്റി നിങ്ങൾക്കെന്തു തോന്നുന്നു?